ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. +1 ഫിസിക്സ് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റിവിഷനാണ്. ചാപ്റ്റർ 2 യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഇത് ക്ലാസ് നമ്പർ 3. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് നമ്മുടെ പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്നാണ്. പരീക്ഷയ്ക്ക് ഈ ടോപ്പിക്കിൽ നിന്നും ഉറപ്പായും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ സമയം കളയാതെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക്ക് ഹോമോജെനിറ്റി പ്രിൻസിപ്പിൾ. ഹോമോജെനിറ്റി പ്രിൻസിപ്പിൾ ഒരുപക്ഷെ ഡയമെൻഷണൽ അനാലിസിസ് എന്ന ടോപ്പിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് ഹോമോജെനിറ്റി പ്രിൻസിപ്പിൾ. അതുകൊണ്ട് തന്നെയാണ് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഈ ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് എന്താണ് ഹോമോജെനിറ്റി പ്രിൻസിപ്പിൾ എന്ന് സ്റ്റേറ്റ്മെൻറ്റിലൂടെ പഠിക്കണം. കൂടാതെ ഹോമോജെനിറ്റി പ്രിൻസിപ്പിളിന് 2 ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആ 2 ആപ്ലിക്കേഷൻസും എന്താണെന്നും പഠിക്കണം. അതുപയോഗിച്ചുകൊണ്ട് പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് ചോദിക്കാം. ആ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നും പഠിക്കണം. അത്രയും കൂടെ പഠിച്ചാൽ ഹോമോജെനിറ്റി പ്രിൻസിപ്പിൾ, 2 ആപ്ലിക്കേഷൻസ്, അതുപയോഗിച്ചുള്ള പ്രോബ്ലംസ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഒരു 4 മാർക്ക് നമുക്ക് പരീക്ഷയ്ക്ക് ഉറപ്പിക്കാം. അപ്പോൾ അതിൽ 4 മാർക്കിൽ 1 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഹോമോജെനിറ്റി പ്രിൻസിപ്പിളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് ഒരുപക്ഷെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരിക: സ്റ്റേറ്റ് ഹോമോജെനിറ്റി പ്രിൻസിപ്പിൾ. ഇങ്ങനെയായിരിക്കും പരീക്ഷയ്ക്ക് ചോദ്യം വരിക. ഹോമോജെനിറ്റി പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യുക. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. ഞാൻ ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് എഴുതാം. ഹോമോജെനിറ്റി പ്രിൻസിപ്പിളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഫോർ ആൻ ഇക്വേഷൻ ടു ബി കറക്റ്റ്, the dimensions of each term on both sides of an equation of the equation to be the same. ഇതാണ് നമ്മുടെ ഹോമോജെനിറ്റി പ്രിൻസിപ്പിളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിക്കാം. ഫോർ ആൻ ഇക്വേഷൻ ടു ബി കറക്റ്റ്, ദ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേം ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി ഇക്വേഷൻ ടു ബി ദ സെയിം. മലയാളത്തിൽ പറഞ്ഞാൽ, ഒരു ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കണമെങ്കിൽ ആ ഇക്വേഷൻ്റെ ഇരുവശങ്ങളിലുമുള്ള എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻസ് സെയിം ആയിരിക്കണം. ഓക്കെ, ഒരു ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കണമെങ്കിൽ ആ ഇക്വേഷൻ്റെ ഇരുവശങ്ങളിലുമുള്ള എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻസ് സെയിം ആയിരിക്കണം എന്നാണ് ഹോമോജെനിറ്റി പ്രിൻസിപ്പിൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഇക്വേഷൻ ഡയമെൻഷൻ വൈസ് അല്ലെങ്കിൽ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ, ചെക്ക് ചെയ്യാൻ നമ്മളതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള ഡയമെൻഷൻസ് എഴുതി നോക്കിയാൽ മതി. ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ സെയിം ആയിട്ട് കണ്ടാൽ ആ ഇക്വേഷൻ കറക്റ്റാണ്. സെയിം അല്ലെങ്കിൽ ആ ഇക്വേഷൻ റോങ് ആണ്. അപ്പോൾ ഹോമോജെനിറ്റി പ്രിൻസിപ്പിളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. 1 മാർക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിന് നമുക്ക് ലഭിക്കും. ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ ഹോമോജെനിറ്റി പ്രിൻസിപ്പിളിൻ്റെ മറ്റൊരു ഐഡിയ എന്ന് പറയാൻ കഴിയില്ല, എന്നാലും ഹോമോജെനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഒരു ഇഫക്റ്റ് എന്നോ അല്ലെങ്കിൽ അതിൻ്റെ അതുകൊണ്ടുള്ള ഒരു പ്രയോജനം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു ഡെഫിനിഷൻ കൂടെ ഞാൻ പറയാം. അത് ഓർക്കണം. ഈ ഡെഫിനിഷൻ പഠിക്കാൻ ഒട്ടുമേ പറ്റില്ല എന്ന് തോന്നുന്നവർ മാത്രമേ ഇനി എഴുതുന്ന ഡെഫിനിഷൻ്റെ പഠിക്കാൻ പാടുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഞാനിവിടെ ഒരു ഓർ ഇടുകയാണ്. ഓർ
രണ്ടാമത്തെ ഡെഫിനിഷൻ എന്ന് പറയാൻ കഴിയില്ല, എന്നാലും രണ്ടാമതായി നമുക്ക് ഈ ചോദ്യത്തിന് എഴുതാവുന്ന ഒരു ഉത്തരം ഇതാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് can be added or subtracted only when they have same dimension. Physical quantities can be added or subtracted only when they have same ഡയമെൻഷൻ. ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ നമുക്ക് ആഡ് ചെയ്യുകയോ സബ്ട്രാക്റ്റ് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ അവയ്ക്ക് ഒരേ ഡയമെൻഷൻ, സെയിം ഡയമെൻഷൻ ആയിരിക്കണം. അപ്പോൾ ഇത് സ്റ്റേറ്റ് ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമായിട്ട് നമുക്ക് എഴുതാവുന്ന ഒരു ആൻസറാണ്. പക്ഷേ ഓർക്കണം, ഇതാണ് യഥാർത്ഥ ഡെഫിനിഷൻ. ഇത് തന്നെ കാണാതെ പഠിക്കുകയോ മനസ്സിലാക്കി പഠിക്കുകയോ ഒക്കെ ചെയ്താൽ നല്ലത്. അത് സാധിക്കാത്തവർ മാത്രമാണ് ഈ ഡെഫിനിഷൻ പഠിക്കേണ്ടത്. ഇതിന് മാർക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പില്ല. എന്തായാലും ശരിക്കുള്ള ഡെഫിനിഷൻ നമുക്ക് ഓർമ്മയില്ല. നമ്മളിത് എഴുതി നോക്കുകയാണ്. ചില വർഷങ്ങളിൽ മാർക്ക് ലഭിക്കാറുണ്ട്, ചില വർഷങ്ങളിൽ മാർക്ക് ലഭിക്കാറില്ല. അപ്പോൾ നമ്മുടെ ഒരു ഭാഗ്യപരീക്ഷണം പോലെയാണ്. എന്തായാലും ഈ ഡെഫിനിഷന് ഒരു മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ഇനി ഇതും എഴുതാൻ പറ്റാത്ത കുട്ടികളുണ്ടെങ്കിൽ 18 മാർക്ക് കൃത്യം മേടിക്കാനേ എനിക്ക് സാധിക്കൂ, ഫിസിക്സ് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നവർക്ക് നമ്മുടെ ഈ ചോദ്യം സ്റ്റേറ്റ് ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ എന്നൊരു ചോദ്യം വന്നാൽ ഒറ്റ വാക്കിൽ എഴുതാവുന്ന ഒരു ഉത്തരം കൂടെ പറയുകയാണ്. ഓർക്കണം, ഇത് കറക്റ്റായ ഉത്തരമല്ല, കൃത്യമായ ഉത്തരവൊന്നുമല്ല. എന്നാലും ഏറ്റവും സംക്ഷിപ്ത രൂപത്തിൽ ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതാം: ഡയമെൻഷൻ LHS ഈക്വൽ ടു ഡയമെൻഷൻ RHS. ഇങ്ങനെ ഒരു വാക്ക് മാത്രം എഴുതാം. പക്ഷേ ഓർക്കണം, മുകളിൽ പറഞ്ഞ ആദ്യത്തെ യഥാർത്ഥ ഡെഫിനിഷനോ രണ്ടാമത് ഞാൻ എഴുതിയ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളൊരു ആൻസറോ എഴുതാൻ പറ്റാത്തവർ മാത്രമാണ് ഇത് എഴുതേണ്ടത്. ഇതല്ല യഥാർത്ഥ ഉത്തരമെങ്കിലും ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ എഴുതാൻ ചോദിക്കുമ്പോൾ ഇത് എഴുതി നോക്കാം, ചിലപ്പോൾ മാർക്ക് കിട്ടാം. ഒന്നും എഴുതാതിരിക്കുന്നതിലും നല്ലത് ആ ക്വസ്റ്റ്യന് ഇങ്ങനെ ഒരു ഉത്തരം എഴുതുന്നതാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അപ്പോൾ ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നമ്മൾ ഹോമോജനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. രണ്ടാമത്തെ ആപ്ലിക്കേഷനും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ 1 എന്താണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് ആദ്യം നോക്കാം. ടു ചെക്ക് the dimensional correctness of an equation. അതായത് ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ ക്യാൻ ബി യൂസ്ഡ് ടു ചെക്ക് ദി ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇക്വേഷൻ്റെ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ സാധിക്കും. യഥാർത്ഥ കൃത്യതയല്ല, ഡയമെൻഷണൽ വൈസുള്ള കൃത്യത. ഡയമെൻഷണലി ചിന്തിക്കുമ്പോൾ ഒരു ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിക്കാം എന്നാണ് ആദ്യത്തെ ആപ്ലിക്കേഷൻ. പറഞ്ഞത് എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം, അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഐഡിയ കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതുക. നോട്ട് എഴുതി പഠിക്കുന്നവർ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണം, എന്നിട്ട് ഉത്തരം എഴുതണം. അല്ലാത്തവർ ചിലപ്പോൾ നോട്ട്ബുക്കിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ അത് നോക്കി മനസ്സിലാക്കുക. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ചെക്ക് ദി dimensional correctness of the equation s is equal to ut plus half a t square. ഇതാണ് നമ്മുടെ ചോദ്യം.
പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ചെക്ക് ദി ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഈ ഇക്വേഷൻ നമുക്ക് വളരെ പരിചിതമാണ് അല്ലേ? ഇക്വേഷൻ ഓഫ് മോഷനാണത്. ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അതിന് മുമ്പേ ഞാനൊരു കാര്യം പറയട്ടെ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യമെങ്കിൽ ഓൾറെഡി നിങ്ങൾക്കറിയാം ഈ ഇക്വേഷൻ കറക്റ്റാണ്. ഇനി നിങ്ങൾ ഈ ഉത്തരം ചെയ്ത് വരുമ്പോൾ അവസാനം ഡയമെൻഷനലി റോങ് ആണ് എന്നാണ് കിട്ടുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, നമ്മൾ ചെയ്തതിൽ എവിടെയോ തെറ്റുണ്ട്. കാരണം ഈ ഇക്വേഷൻ നമുക്കറിയാവുന്ന ഇക്വേഷനാണ്, ഇത് ശരിയായ ഇക്വേഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു ലോജിക്കും കൂടെ മനസ്സിൽ വെച്ചേക്കണം. നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനാണ് ഈ ഭാഗത്ത് കിട്ടുന്നതെങ്കിൽ അത് ഡയമെൻഷനലി കറക്റ്റ് തന്നെയാണ്. ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടണം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ ഇക്വേഷൻ ഞാനൊന്ന് എടുത്തെഴുതാൻ കേട്ടോ. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് വേണ്ടത് ഹോമോജനിറ്റി പ്രിൻസിപ്പിളാണ്. അപ്പോൾ നമ്മൾ ഹോമോജനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഡെഫിനിഷൻ ഒന്നുകൂടെ മനസ്സിലേക്ക് ആലോചിക്കണം. ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കണമെങ്കിൽ അതിൻ്റെ ഇരുവശങ്ങളിലുമുള്ള എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻസ് സെയിം ആയിരിക്കണം. അപ്പോൾ ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഈ ഇക്വേഷൻ്റെ ഇരുവശങ്ങളിലുമുള്ള എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം, ശ്രദ്ധിച്ചോളൂ. ആദ്യം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുകയാണ്. ഡയമെൻഷൻ ഓഫ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആരാ ഉള്ളത്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഉള്ളത്. അപ്പോൾ എഴുതാം ഡയമെൻഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് നിങ്ങൾക്കറിയാം ലെങ്താണ്. അപ്പോൾ ഡയമെൻഷൻ അറിയാം എൽ റേസ് ടു 1 ആയതുകൊണ്ട് എഴുതുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആകെ ഒരു ടേമേ ഉള്ളൂ, അതിൻ്റെ ഡയമെൻഷൻ എൽ ആണെന്ന് കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോവുകയാണ്. ഓക്കെ, ഡയമെൻഷൻ ഓഫ് ആർ എച്ച് എസ് ഈസ് ഈക്വൽ ടു, നമ്മുടെ ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എത്ര ടേമുണ്ട്? 2 ടേമുണ്ട്. ആദ്യ ടേം യു ഇൻറ്റു ടി, രണ്ടാമത്തെ ടേം ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ ആദ്യത്തെ ടേം പരിഗണിക്കുന്നു, ഡയമെൻഷൻ ഓഫ് യു ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ടി പ്ലസ് അടുത്ത ടേമിൽ ആദ്യത്തെ ആൾ ഹാഫാണ്, 1/2. ഓർക്കുക, നമ്പറുകൾക്ക് ഡയമെൻഷൻ ഇല്ല. അത് പ്രത്യേകം ഓർക്കണം, നമ്പറുകൾക്ക് ഡയമെൻഷൻ ഇല്ല. അതെന്തുകൊണ്ടില്ല എന്ന ചോദ്യത്തിന് ഡയമെൻഷൻ എന്ന കഴിഞ്ഞ നമ്മുടെ വീഡിയോ കണ്ടാൽ മതി. ഞാൻ പറഞ്ഞായിരുന്നു, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളിൽ നിന്ന് അല്ലെങ്കിൽ ഏതേത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ പവർ എത്ര ഉയർത്തിയാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടും എന്ന ബന്ധമാണ് ഡയമെൻഷൻ. അതിൽ ഹാഫ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയേ അല്ല. അതുകൊണ്ട് ഡയമെൻഷൻ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. അപ്പോൾ ഹാഫിനെ ഒഴിവാക്കുന്നു. പിന്നെയുള്ളത് ആക്സലറേഷനാണ്. ഡയമെൻഷൻ ഓഫ് ആക്സലറേഷൻ ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ടി. ഇത്തവണ ടി മാത്രമല്ല, ടി സ്ക്വയറാണ്. ഓക്കെ അല്ലേ? ഇനി ഡയമെൻഷൻസ് ഓരോന്നോരോന്ന് എഴുതുകയാണ്. ആദ്യം യു, ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യൽ ആയാലും കൊള്ളാം, ഫൈനൽ ആയാലും കൊള്ളാം. ഡയമെൻഷനിലെ സംബന്ധിച്ചിടത്തോളം വെലോസിറ്റി ആണോ അല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. നമുക്കറിയേണ്ടത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമുക്കറിയാം, എൽ ടി റേസ് ടു -1 അല്ലേ? പിന്നെ ശേഷിക്കുന്നത് ടി ആണ്, ഡയമെൻഷൻ ഓഫ് ടി, ദറ്റ് ഈസ് ടി റേസ് ടു 1 പ്ലസ്. ഇനി അടുത്ത ടേമിലേക്ക് പോകുന്നു. ആദ്യത്തെ ആൾ ആക്സലറേഷനാണ്. ആക്സലറേഷൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം, എൽ ടി റേസ് ടു -2 ഇൻറ്റു അടുത്തയാൾ ടി സ്ക്വയറാണ്. അപ്പോൾ നമ്മളുടെ ഡയമെൻഷൻ ടി റേസ് ടു ദ പവർ 2 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഈ ഡയമെൻഷൻസ് ചേർത്ത് എഴുതിയാൽ മതി. നോക്കണം, എൽ ടി റേസ് ടു -1 ഇൻറ്റു ടി റേസ് ടു 1. അപ്പോൾ ഇവിടെ ടി റേസ് ടു -1 ഇൻറ്റു ടി റേസ് ടു 1 എന്നാണ്. അപ്പോൾ ഇവിടെ -1ഉം ഇവിടെ ഒരു +1ഉം വരുമ്പോൾ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. ഇവിടെ -1 + 1 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഫൈനൽ ഡയമെൻഷൻ, ആദ്യ ടേമിൻ്റെ ഫൈനൽ ഡയമെൻഷൻ ഇങ്ങനെ കിട്ടുന്നു, എൽ ടി റേസ് ടു
0, കാരണം അത് -1 + 1 എന്നായി. അടുത്ത ടേമിലേക്ക് പോകുന്നു. ഇവിടെയും സമാനമായ സാഹചര്യമാണ്. ഇവിടെ ഒരു t⁻2 ഉണ്ട്, ഇവിടെ ഒരു t⁻2 ഉണ്ട്. -2 + 2 വരും, അതും 0 ആകും. സോ LT⁻0 എന്ന് കിട്ടും. (0) എന്നുള്ളത് എഴുതുന്നതിൽ അർത്ഥമില്ലാത്തതുകൊണ്ട് നമ്മളിതിനെ ഡയമെൻഷൻ L + ഡയമെൻഷൻ L പവർ 1 ആയിട്ട് എഴുതി. ഇപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലെയും രണ്ട് ടേമുകളുടെയും ഡയമെൻഷൻസ് കണ്ടെത്തി. ഇനി ഹോമോജനിറ്റി പ്രിൻസിപ്പിളിലേക്ക് തിരിച്ചു പോവുക. നമുക്ക് തന്ന ഈ ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കണമെങ്കിൽ ഈ ഇക്വേഷൻ്റെ ഇരുവശങ്ങളിലുമുള്ള എല്ലാ ടേമിലെയും ഡയമെൻഷൻ സെയിം ആയിരിക്കണം. ആണോ എന്നാണ് നോക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ടേം ഡയമെൻഷൻ L⁻1, റൈറ്റ് ഹാൻഡ് സൈഡിലെ ആദ്യ ടേം ഡയമെൻഷൻ L⁻1, റൈറ്റ് ഹാൻഡ് സൈഡിലെ രണ്ടാമത്തെ ടേം ഡയമെൻഷൻ L⁻1. അപ്പോൾ മനസ്സിലായി, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലെയും എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻ സെയിം ആണ് എന്ന് മനസ്സിലായി. അങ്ങനെ സെയിം ആയിട്ട് കണ്ടപ്പോൾ നമുക്കറിയാം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റാണ്. നമുക്കറിയാമെന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്കറിഞ്ഞാൽ പോരാ, നമ്മുടെ പേപ്പർ നോക്കുന്ന സാറിനും ഇതറിയണം. അതിനുവേണ്ടി ഈ ചോദ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഇതിനു താഴെ എടുത്തെഴുതണം. ഹെൻസ് ദി ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്ന് എടുത്തെഴുതണം. അങ്ങനെ എടുത്തെഴുതുന്നതിന് 1 മാർക്കുണ്ട്. ഓക്കെ, അങ്ങനെ എടുത്തെഴുതുന്നതിന് 1 മാർക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരം നമ്മൾ എടുത്തെഴുതിയിരിക്കണം. ഹെൻസ് ദി ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഇപ്പോഴാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പൂർണ്ണമായത്. ഓക്കെ, മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഈ ചോദ്യം ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്ന ഭാഗം മുതൽ ഒരിക്കൽ കൂടെ കാണണം. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഇത്. ഓക്കെ, നമ്മൾ സമാനമായ മറ്റൊരു പ്രോബ്ലം കൂടെ സോൾവ് ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. രണ്ടാമത്തെ ചോദ്യം, ചെക്ക് ദി ഡൈമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ദി ഇക്വേഷൻ half mv² = mgh. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതായത് ചെക്ക് ദി ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ദി ഇക്വേഷൻ. കൺസിസ്റ്റൻസി, കുറച്ച് മുമ്പ് ഡയമെൻഷണൽ കറക്റ്റ്നെസ് എന്നായിരുന്നു നമ്മൾ കണ്ടത്. ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡയമെൻഷണൽ കൺസിസ്റ്റൻസി എന്നാണ്. ഒരു വ്യത്യാസവുമില്ല. കൺസിസ്റ്റൻസി എന്നിവിടെ ഉദ്ദേശിച്ചത് കറക്റ്റ്നെസ് എന്ന മീനിങ്ങിൽ തന്നെയാണ്. അപ്പോൾ ഇത് കൺസിസ്റ്റൻസി എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവരുത്. ഡയമെൻഷണൽ കറക്റ്റ്നെസ് എന്ന് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഇക്വേഷൻ ½ mv² = mgh എന്ന ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ചെക്ക് ചെയ്യാൻ നമുക്ക് വേണ്ട പ്രിൻസിപ്പിൾ ഏതായിരുന്നു? അതെ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. അപ്പോൾ നോക്കുക, ആദ്യ പടിയിൽ നിന്ന് എന്നോണം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം നമുക്ക് തന്ന ഇക്വേഷൻ ഒന്ന് കാണുക എന്നുള്ളതാണ്. ഞാനൊന്ന് എടുത്തെഴുതാം. നമ്മുടെ ഇക്വേഷൻ ഇതാണ്. ½ mv² = mgh. എന്നാലും ഇത് സോൾവ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം ഈ ഇക്വേഷനിലേക്ക് ഒന്ന് നോക്കുക. നമുക്ക് പരിചിതമായ ഇക്വേഷൻ ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ½ mv² നമുക്കറിയാവുന്ന ഇക്വേഷനാണ് അല്ലേ? എന്തിൻ്റെ ഇക്വേഷനാണിത്? കൈനറ്റിക് എനർജി. mgh അതും നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. എന്തിൻ്റെയാണ്? പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഒരു കാര്യം ഇവിടെ കൊണ്ട് തീർപ്പായി. ഈ ഇക്വേഷൻ കറക്റ്റാണ്. കൈനറ്റിക് എനർജി = പൊട്ടൻഷ്യൽ എനർജി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഉറപ്പായി, ഈ പ്രോബ്ലത്തിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് നമുക്ക് ഇപ്പോഴേ അറിയാം. ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റാണ്. ഇനി അതെങ്ങനെയാണെന്ന് ഒരു പ്രൂഫ് പോലെ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ശ്രദ്ധിച്ചോളൂ. ഡയമെൻഷൻ ഓഫ് LHS = ആദ്യത്തെ ടേം ഹാഫാണ്. ആ ടേം അല്ല, ആദ്യത്തെ ആൾ ഹാഫാണ്. നമുക്കറിയാം നമ്പറിന് ഡയമെൻഷൻ ഇല്ല. പിന്നെയുള്ളത് മാസ്സാണ്. അപ്പോൾ ഡയമെൻഷൻ m ഇൻറ്റു പിന്നീടുള്ള ആൾ വെലോസിറ്റിയുടെ സ്ക്വയറാണ്. ഡയമെൻഷൻ v². ഡയമെൻഷനായിട്ട് തന്നെ എഴുതാം.
ഡയമെൻഷൻ എൽ ടി റേസ് ടു -1 ദ ഹോൾ സ്ക്വയർ. എൽ ടി റേസ് ടു -1 വെലോസിറ്റിയുടെ ഡയമെൻഷനാണ്. ഇവിടെ വെലോസിറ്റിയുടെ സ്ക്വയർ ആയതുകൊണ്ട് ഹോൾ റേസ് ടു സ്ക്വയർ എന്ന് എഴുതി. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കണ്ടുകൊള്ളുക. എം റേസ് ടു 1 അതിൽ മാറ്റമൊന്നുമില്ല. 1 എഴുതണമെന്ന് നിർബന്ധമില്ല. എം റേസ് ടു 1. പിന്നെ നോക്കണം, ഇവിടെയുള്ള ടേം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. എൽ ടി റേസ് ടു -1 ദ ഹോൾ സ്ക്വയർ. ഇത് എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എന്നുള്ള ഫോമിലാണ്. അതിന് ഉത്തരം നമുക്കറിയാം, എ റേസ് ടു എം ഇൻറ്റു എൻ. അപ്പോൾ നമുക്കിവിടെ കിട്ടേണ്ട ഉത്തരം എൽ റേസ് ടു 2 ടി റേസ് ടു -2 എന്നാണ്. കാരണം എൽ റേസ് ടു 1 ആണ് ഇവിടെ ഉള്ളത്. ഇൻറ്റു 2, 1 ഇൻറ്റു 2 2 തന്നെ. പിന്നെ ടി റേസ് ടു -1 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ -1 ഇൻറ്റു 2 -2. അങ്ങനെയാണ് എൽ ടി റേസ് ടു -2 എന്നുള്ള ഉത്തരമായിട്ടിത് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എഴുതുന്നു എൽ റേസ് ടു 2 ടി റേസ് ടു -2. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡയമെൻഷൻ കിട്ടി. എം റേസ് ടു 1, എൽ റേസ് ടു 2, ടി റേസ് ടു -2. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോവുകയാണ്. ഡയമെൻഷൻ ഓഫ് ആർ എച്ച് എസ് ഈസ് ഈക്വൽ ടു, ആദ്യത്തെ ആൾ മാസാണ്. സോ ഡയമെൻഷൻ എം റേസ് ടു 1 ഇൻറ്റു രണ്ടാമത്തെ ആളെ ശ്രദ്ധിക്കുക, ജി. എന്താണ് ജി? ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ജി എന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അതിൽ ഇത് ഡയമെൻഷണൽ അനാലിസിസ് ആയതുകൊണ്ട് തന്നെ ഡയമെൻഷൻ വൈസ് ചിന്തിക്കുമ്പോൾ നമുക്ക് അറിയേണ്ടത് ഇത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് മാത്രമാണ്. ഇറ്റ് ഈസ് ആക്സിലറേഷൻ. അത് ഗ്രാവിറ്റി കൊണ്ടാണോ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടാണെന്നുള്ളതൊന്നും നമുക്കറിയേണ്ടതില്ല. നമുക്കറിയേണ്ടത് ഇത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് മാത്രമാണ്. അപ്പോൾ അത് ആക്സിലറേഷൻ ആണെന്ന് മനസ്സിലായി. സോ നമ്മൾ ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എഴുതുന്നു, എൽ ടി റേസ് ടു -2. മിച്ചമുള്ള ആൾ എച്ച് ആണ്, ഹൈറ്റ് ഒരു ലെങ്ത് ആണെന്നറിയാം, അതുകൊണ്ട് ഡയമെൻഷൻ എൽ. ഇനി നോക്കുക, ഇവിടെ ഒരു എൽ റേസ് ടു 1 ഉണ്ട്, ഇവിടെ ഒരു എൽ റേസ് ടു 1 ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുക എൽ റേസ് ടു 2 എന്നാണ്. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. എ റേസ് ടു എം പ്ലസ് എൻ. 1 പ്ലസ് 1. അപ്പോൾ 2 കിട്ടും. സോ ദ ഫൈനൽ ഡയമെൻഷൻ ഇക്വേഷൻ എഴുതുമ്പോൾ എം റേസ് ടു 1, എൽ റേസ് ടു 2, ടി റേസ് ടു -2 എന്ന് കിട്ടി. ഇനി നമ്മൾ നോക്കുകയാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും കിട്ടിയ ഡയമെൻഷൻസ് സെയിം ആണോ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിലും എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ആണ്. അപ്പോൾ മനസ്സിലായി, ഈ ഇക്വേഷൻ ഡയമെൻഷനിൽ കറക്റ്റാണ്. ആർക്ക് മനസ്സിലായി? നമുക്കേ മനസ്സിലായിട്ടുള്ളൂ. ഉത്തരം നോക്കുന്ന ടീച്ചർക്കും കൂടെ മനസ്സിലാകണം. അതുകൊണ്ട് എഴുതുന്നു, ഹെൻസ് ദി ഇക്വേഷൻ ഈസ് dimensionally correct. ആയതിനാൽ ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്. ഇപ്പോൾ മാത്രമാണ് ഈ ഇക്വേഷൻ എന്തായത്? കംപ്ലീറ്റ് ആയത്. അല്ലെങ്കിൽ ഈ ഉത്തരം, നമ്മുടെ ആൻസർ കൃത്യമായത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഫൈൻ. നമ്മളിനി ഇപ്പം ഇത്രയും നേരം നമ്മൾ 2 പ്രോബ്ലം സോൾവ് ചെയ്തത് ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ ഡയമെൻഷൻസ്, അത് ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ്. അങ്ങനെ മാത്രമല്ല, മറ്റ് പല രീതിയിലും ഈ ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. അപ്പം അങ്ങനെയുള്ള വേറെ ഒരു ടൈപ്പ് പ്രോബ്ലമാണ് അടുത്ത് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ നോക്കിക്കൊള്ളുക. മൂന്നാമതായി ഡിസ്കസ് ചെയ്യുന്ന ചോദ്യം, ഇൻ ദി ഇക്വേഷൻ v is equal to x plus at, find the dimension of x. ഇതാണ് ക്വസ്റ്റ്യൻ. പക്ഷേ ക്വസ്റ്റ്യൻ ഇവിടെ തീരുന്നില്ല, ഒരു ഹിൻ്റ് ഉണ്ട്. വേർ v is equal to velocity, a is equal to
ആക്സിലറേഷൻ ആൻഡ് ടി ഈസ് ഈക്വൽ ടു ടൈം. ഇപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മടുപ്പ് തോന്നാം, അല്ലെങ്കിൽ ഇത് എന്തരാപ്പാ ഇത് എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് എന്നൊക്കെ തോന്നാം. സത്യത്തിൽ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ട്രിക്ക് മനസ്സിലാക്കിയാൽ മുമ്പ് ചെയ്തതിനേക്കാൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഇൻ ദി ഇക്വേഷൻ v ഈക്വൽസ് എക്സ് പ്ലസ് എ ടി ഫൈൻഡ് ദി ഡയമെൻഷൻസ് ഓഫ് എക്സ്. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, v ഈക്വൽസ് എക്സ് പ്ലസ് എ ടി. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് എക്സിൻ്റെ ഡയമെൻഷൻസ് കാണുക. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ എക്സിൻ്റെ ഡയമെൻഷൻ എങ്ങനെ കാണും എന്നൊരു സംശയം വരാം. പക്ഷേ അതിനൊരു ട്രിക്കും കൂടെ പറയാം. നമ്മൾ ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതുകയാണ്. v ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എ ടി. കൂടാതെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് v എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്, a എന്ന് പറയുന്നത് ആക്സലറേഷനാണ്, t എന്ന് പറയുന്നത് ടൈമാണ്. എക്സിൻ്റെ ഡയമെൻഷൻ കിട്ടിയാൽ മതി. ഇനി നോക്കിക്കൂടാ, നമ്മൾ ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ് എന്ന് അസ്യൂം ചെയ്യുകയാണ്. അസ്യൂം ചെയ്യുകയാണെന്ന് പറയാൻ കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇൻ ദി ഇക്വേഷൻ എന്ന് പറഞ്ഞാണ് തന്നിരിക്കുന്നത്. അതായത് ഈ ഇക്വേഷനിൽ അങ്ങനെ ഒരാൾ പറയണമെങ്കിൽ ആ ഇക്വേഷൻ കറക്റ്റായിട്ടല്ലേ പറയുള്ളൂ. ഒരു തെറ്റായ ഇക്വേഷൻ എന്നിട്ട് ഈ ഇക്വേഷനിൽ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം മൈൻഡിൽ കൊണ്ടുവരേണ്ട കാര്യം ഈ എഴുതി വെച്ചിരിക്കുന്ന ഇക്വേഷൻ കറക്റ്റാണ് എന്ന് തന്നെ വിചാരിക്കുക. എന്നിട്ട് മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉള്ള ലോ എന്ന് പറയുന്നത് ഹോമോജനിറ്റി പ്രിൻസിപ്പിളാണ്. ഹോമോജനിറ്റി പ്രിൻസിപ്പിളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് ഈ ഇക്വേഷൻ നേരത്തെ പറഞ്ഞതുപോലെ കറക്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലുമുള്ള എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻസ് സെയിം ആയിരിക്കണം. അങ്ങനെയാണല്ലോ. അങ്ങനെ സെയിം ആണെങ്കിൽ ആ ഒറ്റ പോയിന്റിൽ നിന്ന് ഈ ഇക്വേഷൻ ശരിയാണെന്ന് നമ്മൾ വിചാരിക്കുന്നു, ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ അനുസരിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ്റെ ഇടതുവശത്തും വലതുവശത്തുമുള്ള എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻസ് സെയിം ആയിരിക്കും എന്നുള്ള ഒറ്റ പോയിന്റിൽ നിന്ന് നമുക്ക് എഴുതാം ഡയമെൻഷൻ ഓഫ് വി ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ്. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വെലോസിറ്റിയുടെ അതേ ഡയമെൻഷൻ ആയിരിക്കണം റൈറ്റ് ഹാൻഡ് സൈഡിലെ ആദ്യത്തെ ടേമായ എക്സിൻ്റേത്. ശരിയല്ലേ ഞാൻ പറയുന്നത്? ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെങ്കിൽ ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻ സെയിം ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ വിയുടെ ഡയമെൻഷൻ തന്നെയായിരിക്കണം എക്സിന്, വിയുടെ ഡയമെൻഷൻ തന്നെ ആയിരിക്കണം എ ഇൻറ്റു ടിക്ക്. ക്ലിയർ? ഒടുക്കം പറഞ്ഞ പോയിൻ്റ് ക്ലിയർ ആയോ? ആക്സലറേഷന് മാത്രമോ ടൈമിന് മാത്രമോ വെലോസിറ്റിയുടെ ഡയമെൻഷൻ ആയിരിക്കണം എന്നല്ല പറഞ്ഞത്. ആക്സലറേഷൻ ഇൻറ്റു ടൈം എന്നെഴുതുന്ന ഈ ഒറ്റ ടൈമിന് വെലോസിറ്റിയുടെ ഡയമെൻഷൻ ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കേസിൽ ഇത് വളരെ സിമ്പിളാണ്. ഈ ക്വസ്റ്റ്യൻ വെലോസിറ്റിയുടെ ഡയമെൻഷൻ തന്നെയായിരിക്കും എക്സിന് ഉണ്ടാവുക. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് എഴുതാം ഡയമെൻഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എൽ ടി റേസ് ടു -1. ഒറ്റ പോയിൻറ്റിൽ അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ ഉത്തരം കിട്ടി. ഒരു 2 മാർക്കിനായിരിക്കാം ഒരു പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക. 2 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. ക്ലിയർ അല്ലേ? വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്തു. ഓക്കെ, മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് പ്രോബ്ലത്തിലേക്ക് കടക്കുക. 4ാമത്തെ പ്രോബ്ലം. ഈ ക്വസ്റ്റ്യൻ ഒരു അടുത്ത ഡിഫിക്കൽട്ടി ലെവലിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത നെക്സ്റ്റ് ലെവൽ ഡിഫിക്കൽട്ടി ലെവലിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഇൻ ദി given equation x equal to a plus b t plus c t square, find the dimensions of a, b and c. തീർന്നല്ലൊരു ഹിൻ്റ് ഉണ്ട്. വേർ എക്സ് ഈസ് ഇൻ മീറ്റേഴ്സ് ആൻഡ് ടി ഈസ് ഇൻ സെക്കൻഡ്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ആദ്യം കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, ഒന്നും പേടിക്കേണ്ട. വളരെ സിമ്പിളായ ക്വസ്റ്റ്യനാണ്. ഒരല്പം ഒന്ന് ഹോമോജനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഐഡിയ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ.
In the given equation, x equal to a plus bt plus ct square, find the dimensions of a, b and c. തന്നിരിക്കുന്ന ഈ ഇക്വേഷനിൽ എയുടെയും ബിയുടെയും സിയുടെയും ഡയമെൻഷൻസ് കണ്ടെത്തുക. ശരി, ഇതേപോലൊരു ക്വസ്റ്റ്യനാണ് മുമ്പ് നമ്മൾ ചെയ്തത്. അവിടെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ആദ്യമേ മനസ്സിൽ കൊണ്ടുവരേണ്ട കാര്യം, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഇൻ ദ ഗിവൺ ഇക്വേഷൻ എന്ന് പറഞ്ഞാണ് തന്നിരിക്കുന്നത്. ഗിവൺ ഇക്വേഷനാണ്, തന്നിരിക്കുന്ന ഇക്വേഷനാണ്. അപ്പോൾ ഈ ഇക്വേഷൻ തെറ്റാണോ എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. ഈ ഇക്വേഷൻ ശരിയാണ് എന്ന് വിചാരിക്കുക. ഈ ഇക്വേഷൻ ഓൾറെഡി ശരിയാണ്. ഈ ഇക്വേഷനിൽ നിന്ന് എയുടെയും ബിയുടെയും സിയുടെയും ഡയമെൻഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു ഹിൻ്റായിട്ട് അവർ തന്നിരിക്കുന്നത് എക്സ് ഈസ് ഇൻ മീറ്റേഴ്സ്. ഇവിടെ എക്സിൻ്റെ വാല്യൂ മീറ്ററിലാണ് ഉണ്ടാവുക. അതുപോലെ ടിയുടെ വാല്യൂ സെക്കൻഡിലായിരിക്കും ഉണ്ടാവുക. സെക്കൻഡ് യൂണിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ യൂണിറ്റ് പറഞ്ഞിട്ടുണ്ട് മീറ്റർ, ടിയുടെ യൂണിറ്റ് പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ്. അപ്പം തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, മീറ്ററിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആൾ ലെങ്ത്താണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നതിൻ്റെ ഡയമെൻഷൻ ലെങ്ത്തിൻ്റെ ഡയമെൻഷനാണ്. അതുപോലെ സെക്കൻഡ്സിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ടൈമിനെയാണ്. അതുകൊണ്ട് ടി സൂചിപ്പിക്കുന്നത് ടൈമിനെയാണ്. അപ്പോൾ എക്സ് ലെങ്ത്തിനെയും ടി ടൈമിനെയുമാണ് സൂചിപ്പിക്കുന്നതെന്ന് ഈ ഹിൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് പതിയെ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാം. ആദ്യ സ്റ്റെപ്പ് എന്നാണ് നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതുന്നു. എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ. അത് തന്നെയല്ലേ? അതെ, എടുത്തെഴുതി. എന്നിട്ട് നമ്മൾ ഹോമോജനിറ്റി പ്രിൻസിപ്പിളിനെ പറ്റി ചിന്തിക്കുന്നു. നമ്മുടെ ഇക്വേഷൻ ശരിയാണ് എന്ന് ക്വസ്റ്റ്യനിൽ നിന്നും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇടതുവശത്തും വലതുവശത്തുമുള്ള എല്ലാ ടേമിൻ്റെയും ഡയമെൻഷൻസ് സെയിമാണ്. എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഡയമെൻഷൻ തന്നെയായിരിക്കും എക്ക്, എക്സിൻ്റെ ഡയമെൻഷൻ തന്നെയായിരിക്കും ബി ടിക്ക്, എക്സിൻ്റെ ഡയമെൻഷൻ തന്നെയായിരിക്കും സി ടി സ്ക്വയറിന്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഡയമെൻഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് എൽ ആണെന്ന് ഓൾറെഡി നമുക്ക് മനസ്സിലായി. അതാണ് നമുക്ക് ഹിൻറ്റിൽ തന്നിരുന്നത്. എക്സ് ഈസ് ഇൻ മീറ്റേഴ്സ്. അപ്പോൾ എക്സിൻ്റെ ഡയമെൻഷൻ ലെങ്ത് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ഡയമെൻഷൻ ഓഫ് എ തന്നെ. ശരിയല്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഏക ടേം എക്സ് ആണ്. അതേ ഡയമെൻഷൻ ആയിരിക്കും മാർക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലെ ആദ്യത്തെ ടേമായ എക്കും. അപ്പോൾ എടുത്തെഴുതാം, ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എൽ എന്ന് എടുത്തെഴുതാം. അപ്പോൾ എയുടെ ഡയമെൻഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി വേണ്ടത് ബിയുടെ ഡയമെൻഷനാണ്. അതിനുവേണ്ടി ചെയ്യുന്ന കാര്യം ശ്രദ്ധിച്ചോളുക, ശ്രദ്ധിച്ച് കാണണം. ഞാൻ നേരത്തെ പറഞ്ഞു അടുത്ത ഡിഫിക്കൽട്ടി ലെവലിലുള്ളൊരു പ്രോബ്ലമാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. രണ്ടാമത്തെ ടേം എഴുതുകയാണ്. ഡയമെൻഷൻ ഓഫ് ബി തിരിച്ചെഴുതാം. ഡയമെൻഷൻ ഓഫ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ടി. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ലേ? ഡയമെൻഷൻ ഓഫ് എക്സ് തന്നെ ആയിരിക്കണം ഡയമെൻഷൻ ഓഫ് ബി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ടിയുടേത്. എക്സിൻ്റെ ഡയമെൻഷൻ തന്നെ ആയിരിക്കണം ബി ടിക്ക്. അപ്പോൾ നോക്കുക, എക്സിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം എല്ലാണ്, ഈസ് ഈക്വൽ ടു ബിയുടെ ഡയമെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്, അതറിയില്ല, ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ടി. ടി ടൈം ആയതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് ടി എന്നെഴുതി. ഇവിടെ ടിയുടെ പവർ 1 ആണ്, ഇവിടെ അതുകൊണ്ട് ടിയുടെ പവർ 1 ആണ്. ഇനി നമുക്ക് വേണ്ടത് ഡയമെൻഷൻ ഓഫ് ബി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എൽ ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടി. അതെങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ, ഈ റൈറ്റ് സൈഡിലെ ഈ ഒരു ടേമിനെ ലെഫ്റ്റ് സൈഡിലേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ അവൻ ലെങ്ത്തിൻ്റെ ഡിനോമിനേറ്ററിൽ വരും, ലെങ്ത്തിൻ്റെ ഡിനോമിനേറ്റർ. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ മതി, ആൻസറായി കഴിഞ്ഞു. ഡയമെൻഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എൽ, ഇവിടെയുള്ള ഡിനോമിനേറ്ററിലെ ആളെ ന്യൂമറേറ്ററിലേക്ക് മാറ്റുമ്പോൾ ടി റേസ് ടു -1. അപ്പോൾ നമുക്ക് ബിയുടെ ഡയമെൻഷൻ കിട്ടി. ഏതാണ്? എൽ ടി റേസ് ടു -1. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ഒരേ ഒരാളുടെ കൂടെ ഡയമെൻഷനാണ്, ആരുടെ? സിയുടെ. അപ്പോൾ അതുകൂടെ എഴുതുകയാണ്, ശ്രദ്ധിച്ചോളുക. ഡയമെൻഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് സി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർ, അല്ലെങ്കിൽ സ്ക്വയർ പുറത്തെഴുതാം, ടി സ്ക്വയർ. ഓക്കെ, ഇനി ഡയമെൻഷൻ എഴുതുകയാണ്. ഡയമെൻഷൻ ഓഫ് സി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ടി ദ ഹോൾ സ്ക്വയർ.
ഇടതുവശത്ത് എക്സിൻ്റെ ഡയമെൻഷനാണ്, അത് എൽ തന്നെയാണ്, ലെങ്താണ്. വീണ്ടും എഴുതുന്നു, ഡയമെൻഷൻ ഓഫ് എൽ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് സി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർ. ഇനി നമുക്ക് ഈ ടി സ്ക്വയറിനെ ഇവിടുന്ന് ഒഴിവാക്കണം. അതിന് ലെഫ്റ്റ് സൈഡിൽ ഡിനോമിനേറ്ററിലേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഡയമെൻഷൻ ഓഫ് സി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എൽ ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർ. ഇനി സ്വാഭാവികമായി നമ്മൾ ഡിനോമിനേറ്ററിലെ ആളെ ന്യൂമറേറ്ററിലേക്ക് മാറ്റും. അപ്പോൾ നമുക്ക് കിട്ടും ഡയമെൻഷൻ ഓഫ് സി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എൽ ടി റേസ് ടു -2. അപ്പോൾ ഡയമെൻഷൻ ഓഫ് സിയുടെ ഡയമെൻഷൻ നമ്മൾ ഈസി ആയിട്ട് കണ്ടെത്തി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലെ എല്ലാ വേരിയബിളുകളുടെയും ഡയമെൻഷൻ നമുക്ക് കിട്ടി. എയുടെ ഡയമെൻഷൻ കിട്ടി എൽ റേസ് ടു 1, ബിയുടെ ഡയമെൻഷൻ കിട്ടി എൽ ടി റേസ് ടു -1, സിയുടെ ഡയമെൻഷൻ കിട്ടി എൽ ടി റേസ് ടു -2. ഈ ക്വസ്റ്റ്യൻ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതൊരു അല്പം കൂടെ നേരത്തെ പറഞ്ഞ പോലെ അല്പം കൂടെ ഉയർന്ന ഡിഫിക്കൽട്ടി ലെവലിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം മുതൽ ഒരിക്കൽ കൂടെ റിവൈൻഡ് ചെയ്ത് കാണണം. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ ആ മാർക്ക് നഷ്ടപ്പെടുത്താതെ അത് കളക്ട് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മളിത് സോൾവ് ചെയ്യേണ്ടത്. ഇത് കണ്ടാൽ ഉടനെ ഇത് ചെയ്യാൻ പറ്റില്ല എന്ന മുൻധാരണയൊന്നും വേണ്ട. ഇത്തരം ചോദ്യങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഏറെക്കുറെ ഇത്രയും ചോദ്യങ്ങൾ മാത്രമാണ് ഫസ്റ്റ് ഹോമോജനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹോമോജനിറ്റി പ്രിൻസിപ്പിളിൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷനും അതിൻ്റെ പ്രോബ്ലംസും അടുത്ത വീഡിയോ ക്ലാസ്സിൽ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഓക്കെ, അതിനും ശേഷം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ കൂടെ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ഈ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ നമ്മുടെ റിവിഷൻ പൂർണ്ണമാകുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.